ഹായ് ഹലോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റോറി കേട്ടല്ലേ, അതായത് ഒരു തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിനെ അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർത്ത് ഒരു കട്ടിലിൽ 4 പേര് കൂടി ചേർത്ത് ഒരു ഈശോയുടെ മുമ്പിൽ എത്തിച്ച് അവള് സൗഖ്യപ്പെട്ടത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു തളർവാദ രോഗീനെ അവര് ഈശോയുടെ മുമ്പിലേക്ക് എത്തിച്ചത്? അതുപോലെ ഈശോയുടെ മുമ്പിലേക്ക് എത്താനായിട്ട് സാധിക്കാതെ ഭയങ്കര ക്രൗഡായിട്ട് ഇരുന്ന സമയത്ത് അവര് മുകളിൽ കയറി ആ ഒരു ഓടക്കം മാറ്റി കട്ടിലോടുകൂടിയാണ് ആളെ ഇറക്കിയത്. അത് എന്തുകൊണ്ടായിരിക്കും അത്രയും ഒരു എഫേർട്ട് എടുത്തത്? അത് ഒന്ന്, ആ ഒരു ഫ്രണ്ട്സിനുള്ള സ്നേഹവും, അതുപോലെ തന്നെ 2, ആ തളർവാദ രോഗിക്ക് ഫ്രണ്ട്സ് കൊടുത്ത ആ ഒരു വാഗ്ദാനങ്ങൾ അവരെ യെസ് പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നതും കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പൊ അവരങ്ങനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഈശോ അവരെ സൗഖ്യപ്പെടുത്തിയെന്നറിയാം. ഈശോ അവർ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് ഈ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു രോഗി സൗഖ്യപ്പെടുകയും കൊണ്ടുപോവുകയും ചെയ്തത്. അതിൻ്റെ അകത്ത് ആ കൊണ്ടുവന്ന ആൾക്കാരുടെ വിശ്വാസവും അതുപോലെ തളർവാദ രോഗിയുടെ വിശ്വാസവുമാണ് കണ്ടത്. ഇത് ഞാൻ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കണ്ട ആ ഒരു തളർവാദ രോഗിനെ സൗഖ്യപ്പെടുത്തിയ കഥയെ കുറിച്ചാണ് കേട്ടോ. ഇതുപോലെ എന്റെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇല്ല നടക്കില്ല, ലോകം എന്നോട് പറയും നടക്കില്ല എന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ എന്നോട് പറയും നടക്കില്ല എന്ന്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒത്തിരി എക്സ്പീരിയൻസുകൾ വന്നിട്ടുണ്ട്. യെസ്, ഈ ദൈവത്താൽ അസാധ്യമായി യാതൊന്നും ഇല്ല, ഇതൊക്കെ നടക്കും എന്നുള്ളത്. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞത് 2013 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആ ഒരു വർഷം കല്യാണം കഴിച്ചത് എന്റെ ഹസ്ബൻഡ് നേഴ്സാണ്, ഞാനും നേഴ്സാണ്. അപ്പൊ ഞങ്ങൾ അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സൗദി അറേബ്യയിലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു, നേഴ്സായിരിക്കുന്ന ഹസ്ബൻഡിന് ഒരിക്കലും സൗദിയിൽ ഒരു നേഴ്സായി ജോലി കിട്ടില്ല, കാരണം മെയിൽ നേഴ്സസിനെ ഒന്നും അവിടെ റിക്രൂട്ട് ചെയ്യുന്ന സമയമല്ല. പക്ഷെ അന്നും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡുമായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ല, ആദ്യമായിട്ട് ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങള് ഒക്കെ 3 കാര്യങ്ങൾ സാധിക്കുമെന്ന്. അതിനകത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു പ്രയർ റിക്വസ്റ്റുകൾ എപ്പോഴും ഞാൻ ഏതെങ്കിലും പുതിയ പള്ളികളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷം മാത്രം 2013 മാത്രം ഒരു നിയമം ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു, ട്രയൽ ആൻഡ് എറർ പോലെ മെയിൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വർഷം മാത്രമാണ് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടന്നതും. അത് ആ ഒരു വർഷം മാത്രം ഒരു 8-10 മെയിൽ നഴ്സസിനെ, ഞങ്ങൾ ഒരു 2000 ബെഡഡ് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തത്. ആ ഒരു അത്രയും വലിയ ഹോസ്പിറ്റൽ ആകെ ഒരു 8-10